മഴമേഘം ചിരിച്ചു വരുന്നു സന്തോഷം പകർന്നു ആഘോഷം കളിയും ചിരിയും വിരിഞ്ഞു റെയിൻബോ റേഡിയോ റെയിൻബോ റേഡിയോ റെയിൻബോ റേഡിയോ റെയിൻബോ റേഡിയോ കുട്ടികളുടെ സ്വപ്ന ലോകം പാട്ടും കഥയും കളിയും കൂട്ടുകൂടെ നമുക്ക് നടക്കാം. Good morning everyone. സരസ്വതി വിജയം UP സ്കൂൾ റേഡിയോ പ്രോഗ്രാം റെയിൻബോ റേഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് റേഡിയോ റെയിൻബോയിൽ നിങ്ങളോടൊപ്പം ഞാൻ ഹിഫ ഫാത്തിമ. ഞാൻ ജിയാന ഫാത്തിമ. എന്റെ ഉപ്പൂപ്പാക്കൊരു ആന ഉണ്ടായിരുന്നു. ആനയാ? എന്താ രാവിലെ തന്നെ എങ്ങനെ വല്ല കാര്യം പറയുന്നത്? ഇന്ന് നമ്മുടെ സുൽത്താന്റെ ഓർമ്മ ദിനല്ലേ? നിനക്ക് ഓർമ്മയില്ലേ? सोजा राजकुमारी सोजा सोजा राजकुमारी सोजा सोजा मैं बलिहारी सोजा सोजा राजकुमारी सोजा. പകരം വയ്ക്കാനില്ലാത്ത പ്രിയപ്പെട്ട എഴുത്തുകാരൻ ഓർമ്മയായിട്ട് 30 വർഷം. ബഷീർ ഇല്ലാത്ത ലോകം സാഹിത്യ ലോകത്തിന് തീരെ നഷ്ടം തന്നെയാണ്. ലളിതമായതും നർമ്മരസം തുളുമ്പുന്നതുമായ സവിശേഷമായ രചനാരീതി അദ്ദേഹത്തിന്റെ എഴുത്തുകൾ പ്രിയമുള്ളതാക്കി. പ്രകൃതിയിലെ സകല ജീവികളെയും ബഷീർ സ്നേഹിച്ചിരുന്നു. ഒരു ജീവിതത്തിന് ഇത്രയ്ക്കും വൈവിധ്യമാകാമെന്ന് മനസ്സിലാക്കുന്നത് ബഷീറിന്റെ ജീവിതകഥയിലൂടെ കടന്നുപോകുമ്പോഴാണ്. ഇത്രയ്ക്ക് പച്ചയായി ലളിതസുന്ദരമായി എഴുതാമെന്ന് ബോധ്യപ്പെടുന്നത് ആ കൃതികൾ വായിക്കുമ്പോഴാണ്. പാത്തുമ്മയുടെ ആട്, ബാല്യകാല സഖി, മതിലുകൾ, ശബ്ദങ്ങൾ, പ്രേമലേഖനം, മാന്ത്രിക പൂച്ച, മുച്ചീട്ട് കളിക്കാരന്റെ മകൾ, ആനവാരിയും പൊൻകുരിശും, സ്ഥലത്തെ പ്രധാന ദിവ്യൻ, ഭൂമിയുടെ അവകാശികൾ ഇവയൊക്കെ അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളാണ്. താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ പഞ്ചവർണ്ണ പൈങ്കിളിയിൽ പങ്കുറങ്കുള്ളോളെ പങ്കുറങ്കുള്ളോളെ. കാലങ്ങൾ കടന്നുപോകുമ്പോഴും സാഹിത്യപ്രേമികളുടെ മനസ്സിൽ മാംഗോസിൻ മരച്ചുവട്ടിലെ ആ ചാരുകസയിലെ ചാരുകിടന്ന് ഗ്രാമഫോണിൽ സുൽത്താൻ രാജകുമാരി കേട്ടുറങ്ങുകയാണ് എഴുത്തിന്റെ സുൽത്താൻ. ആ മഹാപ്രതിഭയുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം. Rainbow Radio, Rainbow Radio. Rainbow Radio, Rainbow Radio. കുട്ടികളുടെ സ്വപ്ന ലോകം പാട്ടും കഥയും കളിയും കൂട്ടുകൂടെ നമുക്ക് നടക്കാം. വാർത്താ നേരം. ഇന്നത്തെ പ്രധാന വാർത്തകളുമായി അലോന. നമസ്കാരം, ഞാൻ അലോന. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം. സംസ്ഥാന സ്കൂൾ കലോത്സവം തലസ്ഥാനത്ത് 12 ലക്ഷം കുട്ടികൾക്ക് റോബോട്ടിക് പരിശീലനം. മലബാറിന്റെ യാത്രാ ദുരിതത്തിന് പരിഹാരമില്ല. ഷൊർണൂർ കണ്ണൂർ പാസഞ്ചർ കാസർകോട്ടേക്ക് നീക്കണം. ശ്രീകുമാരൻ തമ്പി പുരസ്കാരം മോഹൻലാലിന്. ദേശീയപാത 66 നിർമ്മാണം 2025 ഡിസംബറിൽ പൂർത്തിയാകും. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന UKGയിലെ മുഹമ്മദ് ഹൈസാന് 1000 പിറന്നാൾ ആശംസകൾ. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടല്ലേ വന്നിരിക്കുന്നത്? ഒരു ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഇത് കഴിക്കാതിരുന്നാൽ അസ്വസ്ഥത, അലസ്യം, ദേഷ്യം, ശ്രദ്ധയില്ലായ്മ എന്നിവയൊക്കെ നമ്മെ നയിക്കും. സ്വാഭാവികമായും ഇത് ആ ദിവസത്തെ മൊത്തം ബാധിക്കും. അതുകൊണ്ട് ആരും ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കരുത്. Rainbow Radio, Rainbow Radio.
നനയ്ക്കാം. എന്നാ നമുക്കിനി ഒരു കവിത കേട്ടാലോ? ജി ശങ്കരക്കുറുപ്പിന്റെ ബൃന്ദഗീതി എന്ന മനോഹര കവിതയുമായി 5ാം ക്ലാസ്സിലെ നവനി. അംഗസൗഭഗം കണി കാണുവാനില്ലാത്തോരു ബൃന്ദമാണെന്നാലെന്താ പൂവിന്നു ഞാനേ ജീവൻ. പ്രേമത്തിൻ ചിൽക്കൂടി നോക്കുമ്പോളേതും തോന്നും കാമനീയകത്തിൻ്റെ കളിവീടായി തന്നെ. നെടുവീർപ്പിനാൽ ചുറ്റും നേർത്ത സൗരഭം വീശി ചുടുമുച്ചവെയിലത്തും ചൂടറിഞ്ഞിടാതോമൽ ചെറിയോർത്തു നിന്നേടും മത്സമാഗമം മുൻപിട്ടവിടെ ഗ്രഹിപ്പിക്കുമേ മൂളിപ്പാട്ടിനായി. പ്രേമലേഖനവും ബാല്യകാല സഖിയും മതിലുകളും ഒക്കെ എഴുതി നമ്മെ അത്ഭുതപ്പെടുത്തിയ വൈക്കം മുഹമ്മദ് ബഷീർ തന്റെ എഴുത്തിനെ കുറിച്ച് ഒരിക്കൽ പറഞ്ഞത് ഓർമ്മയുണ്ടോ ജിയാന? പിന്നെ ഓർമ്മയില്ലാതെ കുഴിമടിയന്മാരായ ബൾബൂസുകൾക്ക് പറ്റിയ പണിയാണ് ഈ സാഹിത്യമേത്തെ. അതുകൊണ്ടാണ് ഞാനിത് തെരഞ്ഞെടുത്തത് എന്നല്ലേ? നിന്നെ കണ്ടതോടെ അമ്പരന്നു നിന്നു കണ്ണുകള കൽവുകളിൽ കല്ലെറിയുന്നോളെ. താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ. പഞ്ചവർണ്ണ പൈങ്കിളിയിൽ പങ്കുറങ്കുള്ളോളെ പങ്കുറങ്കുള്ളോളെ. ഇന്നത്തെ ചിന്താവിഷയവുമായി നമ്മുടെ മുന്നിൽ സുഹൈബത്തുൽ അസ്ലമിയ. വിജയം ആസാദ്യകരമാകണമെങ്കിൽ പ്രയാസങ്ങൾ ആവശ്യമാണ്. രഹസ്യങ്ങൾ പരസ്യമാക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇതാ ഒരു രഹസ്യമായ പരസ്യവുമായി 7ാം ക്ലാസ്സിലെ റിയ ഫാത്തിമ. നാവിൽ രുചിയേറും വിഭവങ്ങളുമായി കുഞ്ഞമ്മ മെമ്മോറിയൽ ഭക്ഷണപ്പുര. ഇന്ന് നിങ്ങളുടെ നാവിൽ രുചിയുടെ രസമുഖങ്ങൾ വിരിയിക്കാൻ ചോറ്, ചമ്മന്തി, കാളൻ. Rainbow Radio, Rainbow Radio. Rainbow Radio, Rainbow Radio. കുട്ടികളുടെ സ്വപ്ന ലോകമും പാട്ടും കഥയും കളിയും കൂട്ടുകൂടെ നമുക്ക് നടക്കാം. ബഷീർ ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറി. തന്റെ കയ്യിലുണ്ടായിരുന്ന കാലൻ കൊട ഹോട്ടലിന്റെ ഉത്തരത്തിൽ തൂക്കിയിട്ടു. ബഷീർ ഭക്ഷണവും കാത്തിരിക്കുമ്പോൾ ഒരാൾ തന്റെ കുടയെടുത്ത് ധൃതിയിൽ നടന്നു പോകുന്നതാണ് കണ്ടത്. ബഷീർ അല്പം ഗൗരവത്തിൽ അയാളെ കൈകൊട്ടി വിളിച്ചു. ബഷീർ ചോദിച്ചു, താങ്കളാണോ വൈക്കം മുഹമ്മദ് ബഷീർ? അല്ല. എങ്കിൽ കുട അവിടെ വെച്ച് പോ. ആ കുട വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെതാണ്. പൂനിലാവ് വന്ന് പൂവിതറുന്നുണ്ട്. പൂക്കളിൽ റാണിയായി പൂത്തു നിൽക്കുന്നോളെ പൂത്തു നിൽക്കുന്നോളെ. കൗതുകങ്ങൾ നിറഞ്ഞ കൗതുക വാർത്തയുമായി മേധ. തികച്ചും അവിശ്വസനീയം. മലപ്പുറത്ത് പൂച്ചയെ പച്ചക്ക് ഭക്ഷിച്ച് യുവാവ്. മലപ്പുറം. തികച്ചും അവിശ്വസനീയമായ വാർത്ത കേട്ട ഞെട്ടലിലാണ് മലപ്പുറംകാർ. ഒരു പൂച്ചയെ പച്ചക്ക് ഭക്ഷിച്ച അതിദാരുണമായ കഥ കേട്ടാണ് നാട്ടുകാർ അമ്പരന്ന് നിൽക്കുന്നത്. മലപ്പുറം കുറ്റിപ്പുറം ബസ് സ്റ്റാൻഡിൽ ഇന്നലെ വൈകിട്ടാണ് സംഭവം നടന്നത്. ബസ് സ്റ്റാൻഡിന് സമീപം നിന്ന് എന്തോ കഴിക്കുന്നത് കണ്ട് കാര്യം അന്വേഷിച്ചപ്പോഴാണ് പൂച്ചയുടെ ശരീരഭാഗങ്ങളാണ് യുവാവ് കഴിക്കുന്നതെന്ന് നാട്ടുകാർക്ക് മനസ്സിലായത്. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ വിശന്നിട്ടാണ് പൂച്ചയെ തിന്നത് എന്നായിരുന്നു യുവാവിന്റെ മറുപടി. 2 ദിവസമായി ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല എന്നും നാട്ടുകാരോട് യുവാവ് പറഞ്ഞു. Signing off for today. Hifa Gianna. കിളിപ്പാട്ടും കുളിർക്കാറ്റും
മഴമേഘം ചിരിച്ചു വരുന്നു സന്തോഷം പകർന്നു ആഘോഷം കളിയും ചിരിയും വിരിഞ്ഞു റെയിൻബോ റേഡിയോ റെയിൻബോ റേഡിയോ റെയിൻബോ റേഡിയോ റെയിൻബോ റേഡിയോ കുട്ടികളുടെ സ്വപ്ന ലോകമിൽ പാട്ടും കഥയും കളിയും കൂട്ടുകൂടെ നമുക്ക് നടക്കാം നിറമുള്ള കഥകൾ പറയും നമ്മൾ കിളിമൊഴികൾ പാടിയാടി ചിരിച്ചുകൊണ്ട് കേൾക്കാം റെയിൻബോ റേഡിയോ റെയിൻബോ റേഡിയോ റെയിൻബോ റേഡിയോ റെയിൻബോ റേഡിയോ കുട്ടികളുടെ സ്വപ്ന ലോകമിൽ പാട്ടും കഥയും കളിയും കൂട്ടുകൂടെ നമുക്ക് നടക്കാം നാടിൻ വിശേഷവും കിസ്സയും സോറയും അറിവിൻ വെളിച്ചവും രസകരമാം പ്രഭാതവും കളിച്ചുകൊണ്ട് കേൾക്കാം റെയിൻബോ റേഡിയോ റെയിൻബോ റേഡിയോ റെയിൻബോ റേഡിയോ റെയിൻബോ റേഡിയോ കുട്ടികളുടെ സ്വപ്ന ലോകമിൽ പാട്ടും കഥയും കളിയും കൂട്ടുകൂടെ നമുക്ക് നടക്കാം നാടിൻ വിശേഷവും കിസ്സയും സോറയും അറിവിൻ വെളിച്ചവും രസകരമാം പ്രഭാതവും കളിച്ചുകൊണ്ട് കേൾക്കാം റെയിൻബോ റേഡിയോ റെയിൻബോ റേഡിയോ റെയിൻബോ റേഡിയോ റെയിൻബോ റേഡിയോ കുട്ടികളുടെ സ്വപ്ന ലോകമിൽ പാട്ടും കഥയും കളിയും കൂട്ടുകൂടെ നമുക്ക് നടക്കാം നാടിൻ വിശേഷവും കിസ്സയും സോറയും അറിവിൻ വെളിച്ചവും രസകരമാം പ്രഭാതവും കളിച്ചുകൊണ്ട് കേൾക്കാം റെയിൻബോ